ബീറ്റ് പെട്രോൾ 2012. ഓണർഷിപ്പ് കാര്യങ്ങളൊക്കെ? ഓണർഷിപ്പ് സിംഗിൾ ഓണർ. നല്ല ടയേഴ്സ് ആണല്ലോ, പുതിയതായിട്ട് ഇട്ടാണോ? ആ, 4 പുതിയ ടയറാണ്. ഹുണ്ടായി ഇയോൺ 2017 മോഡൽ. ഓണർഷിപ്പ് എത്രയാണ്? ഓണർഷിപ്പ് തേർഡ് ആണെങ്കിലും 24,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഫിഗോ ഡീസൽ 2010 മോഡൽ. 10 ആണല്ലേ? അപ്പോൾ ലോൺ കിട്ടത്തില്ല? ലോൺ കിട്ടും, ഒരു 70-80 കിട്ടും. ഹോണ്ട ജാസ് പെട്രോൾ 2016 മോഡൽ, 24,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ബീറ്റ് പെട്രോൾ 2012 മോഡൽ. ഓണർഷിപ്പ് സെക്കൻഡ്. ഫോർഡ് എക്കോ സ്പോർട്ട് 2013 മോഡൽ. എത്രാമത്തെ ഓണർഷിപ്പാണ്? സിംഗിൾ ഓണർ. കിലോമീറ്റർ 74,000. ഇൻഡിക്ക വിസ്റ്റ കോഡ്രായിട്ട് 2010 മോഡൽ. ഓണർഷിപ്പ് എങ്ങനെയാണ്? ഓണർഷിപ്പ് സെക്കൻഡ് ഓണർ. ഹായ് ഫ്രണ്ട്സ്, സനുവാണ്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് കൊല്ലത്താണ്. കൊല്ലം എന്ന് പറയുമ്പം കൊല്ലം ജില്ലയിൽ തന്നെയാണ്. കൊല്ലം ജില്ലയിൽ കരിക്കോട് ഷാപ്പുമുക്ക് എന്ന് പറയുന്ന ഭാഗത്താണ് നമ്മൾ വന്നിരിക്കുന്നത്. അതായത് കൊല്ലം യൂസ്ഡ് കാസ് എന്നാണ് സ്ഥാപനത്തിൻ്റെ പേര്. ഒരു 45,000 രൂപ തൊട്ട് നോക്കുന്ന എല്ലാത്തരം പ്രേക്ഷകർക്ക് എടുക്കാവുന്ന നല്ല നല്ല വണ്ടികൾ കിടക്കുന്ന ഒരു ഷോപ്പാണ്. 1-2 വണ്ടിയല്ല, ഒരുപാട് വണ്ടികൾ കിടക്കുന്ന ഒരു ഷോപ്പാണ്. പിന്നെ പ്രോപ്പറായിട്ട് കറക്റ്റ് സ്ഥലം പറഞ്ഞു തരാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ കൊല്ലത്ത് നിന്ന് കുണ്ടറയിലോട്ട് പോകുന്ന വഴിക്കാണ് ഈ പറയുന്ന സ്ഥലം. അപ്പോൾ കിഡ്, ഓൾട്ടോ, സാൻട്രോ അങ്ങനെ ഇച്ചിരി പഴയ മോഡൽസും എന്നാൽ ഇച്ചിരി പുതിയ മോഡൽസുമായിട്ട് മിക്സ് ചെയ്ത് കിടക്കുന്ന സ്ഥിരം ഒരുപാട് വണ്ടികൾ കാണിച്ചു തരാൻ എനിക്ക് പറ്റുന്ന ഒരു ഷോപ്പാണിത്. അപ്പം മിതമായ വിലയിൽ, അതായത് ഈ 45,000 രൂപ തൊട്ട് മുകളിലോട്ട് നോക്കുന്ന ആൾക്കാർക്ക് എല്ലാവർക്കും കാണാവുന്ന നല്ലൊരു വീഡിയോയാണ്. അതായത് എല്ലാത്തരം പ്രേക്ഷകർക്കും കാണാവുന്ന നല്ലൊരു വീഡിയോയാണ്. കാരണം ഫോർഡിൻ്റെ എക്കോ ഫോർഡ് അങ്ങനെയൊക്കെയുള്ള വണ്ടികൾ നോക്കുന്നവർക്ക് വരെയും ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ചെറുതീന്ന് മുകളിലോട്ട് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഭയങ്കര മുകളിലോട്ട് പോകുന്നിടം വരെ ഇല്ല, ഒരു ഇടത്തരം വരെയുള്ള മിഡിൽ ക്ലാസ് ഫാമിലി ലൈഫ് കൊണ്ട് നടക്കുന്നവർക്ക് വരെ എടുക്കാവുന്ന വണ്ടികൾ കിട്ടുന്ന നല്ലൊരു ഷോപ്പാണ്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന സുഹൃത്തുക്കളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് തരണം. പിന്നെ അധികം പറഞ്ഞ് വളവള പറയുന്നില്ല, നമുക്ക് നമ്മളെ വീഡിയോയിലോട്ട് പോകാം. വണ്ടികളുടെ ക്വാളിറ്റി നമുക്ക് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് വരാം. നമ്മളിപ്പോൾ ഏകദേശം 2 മാസ കാലയളവ് കഴിഞ്ഞിട്ടാണ് വരുന്നത്. അത്യാവശ്യം ഒരുപാട് വണ്ടികൾ വന്നിട്ടുണ്ട് താനും. അപ്പം എങ്ങനെയാണ് ഇത്തവണ ഈ 45 രൂപ എന്ന് പറയുന്നത് തൊട്ടുള്ള വണ്ടികൾക്ക് എന്തെങ്കിലും ഓഫർ കാര്യങ്ങൾ സാറിന് അങ്ങനെയൊക്കെ ചെയ്യുന്നത്? അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്, എന്തെങ്കിലും ഓഫറോ കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ടോ? ഇത് 2009 മോഡലാണ്. ഇത് ആക്ച്വൽ പ്രൈസ് 65 ആണ്. വീഡിയോയിൽ നമ്മൾ 45 ചോദിക്കുന്നതാണ്. ലാസ്റ്റ് പ്രൈസ് എന്നുള്ള രീതിയിലാണ് അപ്പോൾ എല്ലാ വണ്ടിക്കും നമ്മൾ ഈ വീഡിയോയിൽ ചോദിക്കാൻ പോകുന്നത്? അല്ല, പിന്നെ നെഗോഷ്യബിൾ റേറ്റിലാണ്. പിന്നെ കുറച്ച് എക്സ്ട്രാ പിന്നെ സ്പെഷ്യൽ ഓഫറുള്ള വണ്ടികൾ ലാസ്റ്റ് പ്രൈസിൽ പറയാം. ഓക്കെ, അപ്പോൾ അത് എടുത്ത് പറയണം കേട്ടോ, ലാസ്റ്റ് പ്രൈസ് ആണുള്ളത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഓക്കെ പറയാം. ഷെവർലെ സ്പാർക്ക് 2009 മോഡൽ. എത്ര ഓടിയിട്ടുണ്ട്? കിലോമീറ്റർ 88,000. 88,000 ജെനുവിൻ കിലോമീറ്റേഴ്സൊക്കെ ആണേ. അതെ, അത്യാവശ്യം നല്ല ടയർ കിടപ്പുണ്ട്. വണ്ടിക്കകം നല്ല വൃത്തിയാക്കിയിട്ടൊക്കെയാണ്. പവർ സ്റ്റിയറിങ്, AC പവർ സ്റ്റിയറിങ്. പവർ വിൻഡോസ് ഇല്ലല്ലോ? പവർ വിൻഡോ ഇല്ല. സീറ്റ് കവേഴ്സ് കാര്യങ്ങളില്ല, നോർമൽ സീറ്റ് തന്നെയാണ് കിടക്കുന്നത്. വണ്ടി കൊള്ളാം, ഓവറോൾ വണ്ടി കാണാനൊക്കെ കൊള്ളാം. ഇത് മൈലേജ് ഒരു 15-16 ആ റേഞ്ച് കിട്ടുമോ? കിട്ടും. പെട്രോൾ അല്ലേ? പെട്രോൾ. ഇതൊക്കെ വർക്ക് ചെയ്യുമോ? ഇല്ലല്ല, ഈ കണ്ടീഷൻ. ഓക്കെ, ഇതല്ലേ 45,000 രൂപ എന്ന് പറഞ്ഞോണ്ടി? അതെ. റീപ്ലേസ്മെന്റ്സ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല, ഫ്രണ്ട് ഗ്ലാസ് മാറിയിട്ടുണ്ട്, വേറെ ഒന്നുമില്ല. ഫ്രണ്ട് ഗ്ലാസ് മാത്രം, അല്ലാതെ ബോണറ്റ്, ബമ്പർ അങ്ങനൊന്നുമില്ല? ഇല്ല, ഒന്നുമില്ല. ഹുണ്ടായി i10 2009 മോഡൽ. ഓണർഷിപ്പ് എത്രയാണ്? ഓണർഷിപ്പ് സെക്കൻഡ്. ഇപ്പോൾ റീടെസ്റ്റ് കഴിഞ്ഞതേ ഉള്ളൂ. ഇപ്പോൾ പുതുതായിട്ട് എടുത്തതാണോ? അതെ. എന്തോ ഓടിയിട്ടുണ്ട്? കിലോമീറ്റർ ഇത് 86,000. 86. വണ്ടിക്കകം ബേസ് വേരിയൻ്റ് ആണല്ലേ? അതെ. AC പവർ സ്റ്റിയറിങ്. വണ്ടി 5 വർഷത്തേക്ക് പേപ്പറിലാവും. ഓക്കെ, ഇപ്പോൾ ടെസ്റ്റ് കഴിഞ്ഞതേ ഉള്ളൂ. എത്ര ചോദിക്കുന്നത്? പ്രൈസ് 150. റീപ്ലേസ്മെന്റ്സ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ? റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ഈ 150 വിലയിൽ അഡ്ജസ്റ്റ്മെന്റ് നെഗോഷ്യബിൾ ആണ്. ഉണ്ട്. ടയറൊക്കെ ആവശ്യത്തിനുള്ള ടയേഴ്സ് കാര്യങ്ങളൊക്കെ 80% ഉണ്ട് ടയേഴ്സ്. ഫോക്സ് വാഗൺ പോളോ ഡീസൽ 2012 മോഡൽ. ഓണർഷിപ്പ് എത്രയാണ്? ഓണർഷിപ്പ് സെക്കൻഡ്. ടയർ ആവറേജ് ടയേഴ്സ്, നല്ലൊരു അലോയ് വീൽസ് കിടപ്പുണ്ട്. ഫുൾ ഓപ്ഷൻ ഇല്ല, ഹൈലൈറ്റ്. ഇത് മൈലേജ് ഒരു 18 മേളിൽ കിട്ടും. ഡീസലല്ലേ? ഡീസൽ. നല്ല സീറ്റ് കവേഴ്സ് കാര്യങ്ങളൊക്കെ കിടപ്പുണ്ട്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ആയിട്ട് ഇരിപ്പുണ്ട് വണ്ടി. ഇപ്പോൾ വന്നതേ ഉള്ളൂ, ടച്ച് ആൻഡ് പോളിഷ് ചെയ്ത് കൊടുക്കാം. ടച്ച് ആൻഡ് പോളിഷ് ചെയ്യും? അതെ.
ഓക്കെ, എത്ര ചോദിക്കുന്നത്? ഇത് പ്രൈസ് 260. 260. ലാസ്റ്റ് പ്രൈസ് ആണോ? നെഗോഷ്യബിൾ ആണ്. വിലയിൽ അത്യാവശ്യം വ്യത്യാസങ്ങളൊക്കെ നടക്കും. റീപ്ലേസ് ആയിട്ട് എന്തെങ്കിലും? റീപ്ലേസ് ഫ്രണ്ട് ഗ്ലാസ് പൊട്ടിയിരിക്കുകയാണ്, അത് മാറി കൊടുക്കാം. മാറിയിട്ടില്ല? ഇല്ല. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ എന്താ ഇപ്പോൾ ആക്സിഡൻ്റ് ആണോ അല്ലേ എന്നുള്ളൊരു ഇത് വരുത്തില്ലല്ലോ, മാറിയിട്ടില്ല എന്നുള്ളതുകൊണ്ടേ. ചെറിയൊരു ക്രാക്ക് വന്നിട്ടുണ്ട്, വേറെ പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല. എത്ര ചോദിച്ചാൽ? 260. 2012 ഡീസൽ ഹൈലൈൻ. ബീറ്റ് പെട്രോൾ 2012 മോഡൽ. ഓണർഷിപ്പ് സെക്കൻഡ്. കിലോമീറ്റർ ഒക്കെ എങ്ങനെയാണ്? കിലോമീറ്റർ 74,000. ഇത് ടയർ മൊട്ടയാണ്, ബാക്ക് ടയർ ആവറേജ് ടയർ കിടപ്പുണ്ട്. 74,000 ഓടി. അതെ. ഇതെങ്ങനെ വേരിയൻ്റ് ഏതാ? വേരിയൻ്റ് LT. LT എന്ന് പറയുമ്പോൾ 2 ഡോർ പവർ വിൻഡോ? 4 ഡോർ പവർ വിൻഡോ. 4 ഡോർ. ബാക്ക് വൈപ്പർ, ഡിഫോഗർ, സ്പോയിലർ എല്ലാം വരുന്ന ടോപ്പാണ്. അപ്പം ടോപ്പ് എൻ്റെ ബീറ്റിൽ ഏറ്റവും കൂടിയ മോഡൽ. ഏറ്റവും കൂടിയ മോഡല്. റൂഫ് റെയിലുണ്ട്, സ്പോയിലർ, ഡിഫോഗർ എല്ലാം വരുന്നത്. വണ്ടിക്കകമൊക്കെ നല്ല വൃത്തിയായിട്ട് കിടക്കുക, കുഴപ്പമില്ല. എത്ര ചോദിക്കുന്നത്? ഇത് 160. 160. റീപ്ലേസ്മെൻറ്റ്സ് എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. ഇതെന്ത് വെള്ളം കിടക്കുന്നു ഇതിനകത്ത്? ആ ഗ്ലാസ് ടൈലാകും, അത് മാറി കൊടുക്കാം. ഓക്കെ. ഇത് ലോൺ സൗകര്യം ഉണ്ടോ? ഉണ്ട്. 2012 ആണെങ്കിലും ലോൺ കിട്ടും. 1 lakh അടുപ്പിച്ച് ലോൺ കിട്ടും. 160 ചോദിക്കുന്നല്ലേ? അതെ. ഒരു 60,000 രൂപ കൊണ്ടുവന്ന 2012 മോഡൽ ബീറ്റ് അല്ലേ? ബീറ്റ്. ഹോണ്ട അമേസ് പെട്രോൾ 2016. ഓണർഷിപ്പ് ഒക്കെ എങ്ങനെയാണ്? ഓണർഷിപ്പ് സെക്കൻഡ്. കിലോമീറ്റർ 48,000. നല്ല ടയേഴ്സ് കാര്യങ്ങൾ കിടപ്പുണ്ട്. ഇത് ഏതാണ് വേരിയൻ്റ് ഏതാ? എസ്. AC പോസ്റ്ററിങ്, 4 ഡോർ പവർ വിൻഡോ, ടച്ച് സ്ക്രീനൊക്കെ പ്രത്യേകം വെച്ചിട്ടുണ്ടല്ലേ? നല്ലൊരു സീറ്റ് കവേഴ്സ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. വണ്ടിക്ക് ഓവറോൾ കാണാനൊക്കെ കൊള്ളാം, നല്ല വൃത്തിയുണ്ട്. എത്ര ചോദിക്കുന്നത്? ഇത് 420. 420. ലാസ്റ്റ് പ്രൈസ് ആണോ? നെഗോഷ്യബിൾ ആണ്. വേരിയൻ്റ് VX ആണ്, എസ് അല്ല, VX ആണ്. മൈലേജ് ഏത് രീതിയിൽ വരും? മൈലേജ് ഒരു 15-18. പെട്രോളോ ഡീസൽ? പെട്രോൾ. ബീറ്റ് പെട്രോൾ 2012. ഓണർഷിപ്പ് കാര്യങ്ങളൊക്കെ? ഓണർഷിപ്പ് സിംഗിൾ ഓണർ. നല്ല ടയേഴ്സ് ആണല്ലോ, പുതിയതായിട്ട് ഇട്ടാണോ? 4 പുതിയ ടയറാണ്. റീപ്ലേസ്മെൻറ്റ് എന്തെങ്കിലും ഉണ്ടോ? റീപ്ലേസ്മെൻറ്റ് ഒന്നുമില്ല. ഇതെങ്ങനെയാണ്? 2 ഡോർ പവർ വിൻഡോ? അതെ. ഇതിൻ്റെ സീറ്റ് കവേഴ്സ് കാര്യങ്ങളൊക്കെ അല്പം മോശമാണ്. 2 ഡോർ പവർ വിൻഡോ, ബാക്ക് പവർ വിൻഡോ എക്സ്ട്രാ ചെയ്തിട്ടുണ്ടോ? ടൈലാകുമ്പോൾ മാറി കൊടുക്കും. നല്ല ടയേഴ്സ്, എല്ലാ ടയറും മാറിയേക്കും അല്ലേ? എത്ര ചോദിക്കുന്നത്? ഇത് 160. 160. നെഗോഷ്യബിൾ. ടയർ ബേസ് ഓക്കെ. ഈ വരച്ച ടയർ അങ്ങനെയുള്ള ടൈപ്പ് ടയർസ് അല്ലല്ലോ? അങ്ങനൊന്നുമല്ല, പുതിയ ടയർ, നോർമൽ നല്ല ടയർസ് തന്നെയല്ലേ? അതെ. ഇതിന് ലോൺ ഉണ്ടോ? ലോൺ കിട്ടും, 1 രൂപ അടുപ്പിച്ച് ലോൺ കിട്ടും. ഹോണ്ട ജാസ് പെട്രോൾ 2016 മോഡൽ, 24,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. സിംഗിൾ ഓണർ. റീപ്ലേസ്മെൻ്റ് ഒന്നുമില്ല, എക്സലൻ്റ് കണ്ടീഷൻ. 4 ഡോർ പവർ വിൻഡോ ആണല്ലേ? അതെ. പെട്രോളോ ഡീസൽ? പെട്രോൾ. 2016 പെട്രോൾ. വണ്ടിക്കകം നല്ല വൃത്തിയും കാര്യങ്ങളൊക്കെ ഉണ്ട്, നല്ല സീറ്റ് കവേഴ്സ് കാര്യങ്ങൾ ഇട്ടിട്ടുണ്ട്. ഓരോ വണ്ടി കാണാൻ കൊള്ളാം. എത്ര ചോദിക്കുന്നത്? പ്രൈസ് 460. 460. മൈലേജ് ഒരു 13, 14 ആ റേഞ്ചൊക്കെ നോക്കിയാൽ മതിയല്ലോ. 14 മേളിൽ കിട്ടും. 14 മേലുണ്ടോ? ഒരു 15. ഇത് പ്രൈസ് 460 ആണ്. 460 ലോൺ കിട്ടും. ഫുൾ ലോൺ കിട്ടുന്നുണ്ട്? അതെ. ഒരു ഇല്ലെങ്കിൽ നമുക്ക് ഇറക്കാം. ഇപ്പം ലോണിന് ലാൻഡ് ടാക്സ് നിർബന്ധമില്ല. അതെന്താ? ഒരുവിധം സിബിൽ സ്കോർ ഉള്ളവർക്ക് ലാൻഡ് ടാക്സ് എല്ലാം ചെയ്യാം. അപ്പോൾ നമുക്ക് സ്വന്തമായിട്ട് വീടില്ലാത്തവർക്കും എടുക്കാം. ചെയ്യാം. അത് ഗുഡ്, അത് കൊള്ളാം. ഡാറ്റ്സൺ റെഡിഗോ 2018 മോഡൽ. ഓണർഷിപ്പ് ഒക്കെ എങ്ങനെ? ഓണർഷിപ്പ് സിംഗിൾ. കിലോമീറ്റർ 38,000. നല്ല ടയേഴ്സ്, രണ്ടാമത് മാറിയ ടയറാണ്. പെട്രോൾ അല്ലേ? പെട്രോളാണ്, ബേസ് വേരിയൻ്റ് ആണ്. വേറെ അപാകതകൾ പറയാൻ എന്തെങ്കിലും? ഒന്നുമില്ല. റീപ്ലേസ്മെൻറ്റ്സോ കാര്യങ്ങളോ? ഇല്ലല്ലോ, ഒന്നുമില്ല. എത്ര ചോദിക്കുന്നത്? ഇത് 220 ആണ്. സ്പെഷ്യൽ ഓഫറിൽ 2 ലക്ഷം രൂപ കൊടുക്കാം. 2 ലക്ഷം. മൈലേജ് എന്താ കിട്ടിയ വണ്ടിക്ക്? മൈലേജ് നല്ല മൈലേജ്, 18-22. 18-22. ഒരു ഓൾട്ടോ വാങ്ങിക്കുന്ന പൈസക്കൊക്കെ ഇത് എടുക്കുക അല്ലേ? അതെ.
റീപ്ലേസ് ഒന്നുമില്ല. ഇല്ല. 2 ലക്ഷം രൂപയ്ക്ക് റെഡിക്കോ ഫുൾ ലോൺ കിട്ടും. ഫുൾ ലോൺ കിട്ടും. അതുപോലെ നേരത്തെ പറഞ്ഞാൽ അമേസിനും ഫുൾ ലോൺ കിട്ടും. 16 വണ്ടി 460 ഫുള്ള് ലോൺ കിട്ടും. ഹുണ്ടായി ഇയോൺ 2017 മോഡൽ. ഓണർഷിപ്പ് എത്രയാണ്? ഓണർഷിപ്പ് തേർഡാണെങ്കിലും 24,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 24,000 ഓടിയിട്ടുള്ളൂ. അതെ. അതെന്തോ ഈ 3 ഓണർഷിപ്പ് ആയില്ലേ? ആദ്യം 3 ഓണർഷിപ്പ് ആയെങ്കിലും ഇത്രേ ഓടിയിട്ടുള്ളൂ. ജെനുവിൻ കിലോമീറ്റർ. കാർ കാണുമ്പോൾ തന്നെ അറിയാം. ഇതെങ്ങനെ 2 ഡോർ പവർ വിൻഡോ? ഇറാ പ്ലസ് AC പവർ സ്റ്റിയറിംഗ്, ഫ്രണ്ട് പവർ വിൻഡോ. കൊള്ളാം. വണ്ടിക്കകം നല്ല നീറ്റാണ്. പറഞ്ഞ കിലോമീറ്റർ ഓടിയിട്ടുള്ളത് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. രണ്ടാമത്തെ കാര്യം പറഞ്ഞാൽ ഡോറ് ഒരുപാട് അങ്ങ് വലിച്ചു പറിച്ച് എടുത്തുള്ളൊരു ഇതില്ല. അത്യാവശ്യം പുതിയ ഡോറ് പോലെ തന്നെ ഫീൽ ചെയ്യുന്നുണ്ട്. ടയേഴ്സ് കാര്യങ്ങളെല്ലാം നല്ല ടയേഴ്സ് കാര്യങ്ങൾ കിടപ്പുണ്ട്. ഫസ്റ്റ് ടയർ തന്നെയാണ്. റീപ്ലേസ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. എത്ര ചോദിക്കുന്നത്? 275. 275. ഇത് ഫുൾ ലോൺ കയറുമോ? ഇതൊരു 225 വരെ ലോൺ കിട്ടും. 225 വരെ കിട്ടും. അപ്പോൾ 50 രൂപ വേണം. അതെ. ഓക്കെ. ഇപ്പോഴാണെങ്കിൽ വസ്തു ഒന്നും വേണ്ട, ബാങ്ക് ട്രാൻസാക്ഷൻ നല്ല രീതിയിൽ നടക്കുന്നവർക്കും എടുക്കാം. ഹുണ്ടായി ഇയോൺ 2013 വണ്ടി. എന്തോ ഓടിയിട്ടുണ്ട്? 54,000 കിലോമീറ്റർ. 54 ജെനുവിൻ കിലോമീറ്റേഴ്സൊക്കെ ആണേ. അതെ. ഓണർഷിപ്പ് എത്രയാണ്? ഓണർഷിപ്പ് തേർഡാണ്. ഇത് ബേസ് വേരിയൻ്റ് ആണല്ലേ? ഇത് AC പവർ സ്റ്റിയറിംഗ്. അതേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ടയേഴ്സ് എല്ലാം പുതിയതാണ്. വണ്ടിക്ക് ആകമൊക്കെ കൊള്ളാം. നല്ല സീറ്റ് കവേഴ്സ് കാര്യങ്ങളൊക്കെ ഇട്ട് വണ്ടി വൃത്തിയായിട്ട് തന്നെ സൂക്ഷിച്ചേക്കാണ്. റീപ്ലേസ്മെൻറ്റ്സ് കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. ബാക്ക് സൈഡും ഒക്കെ കൊള്ളാം, നല്ല വൃത്തിയുണ്ട്. ചോദ്യം എത്ര? 175. 175. അത് കുറയോ? ചെറിയ രീതിയിലുള്ള മാറ്റങ്ങളുണ്ട്. ടയേഴ്സൊക്കെ കൊള്ളാം, അത്യാവശ്യം നല്ല ടയേഴ്സും കാര്യങ്ങളൊക്കെ കിടപ്പുണ്ട്. റീപ്ലേസ് ഒന്നുമില്ലേ? ഇല്ല. ഡിസയർ VDI 2013. VDI ആണെങ്കിലും അലോയ്സൊക്കെ എക്സ്ട്രാ ചെയ്തിട്ടുണ്ട്. ടയേഴ്സ് എല്ലാം പുതിയതാണ്. നല്ല ടയേഴ്സാണ് കിടക്കുന്നത്. 4 ഡോർ പവർ വിൻഡോ, ഒരു ആൻഡ്രോയിഡ് സിസ്റ്റവും കാര്യമൊക്കെ വെച്ചിട്ടുണ്ടല്ലേ? സിംഗിൾ ഓണർ. 93,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 93. അതെ. ജെനുവിൻ കിലോമീറ്റർ ഒക്കെ ആണ്. അതെ. അത്യാവശ്യം നല്ലൊരു സീറ്റ് കവേഴ്സ് കാര്യങ്ങളൊക്കെ കിടപ്പുണ്ട്. മോശമല്ലാതെ കിടക്കുകയാണ്. ബാക്ക് സൈഡ് കാര്യങ്ങളെല്ലാം അത്യാവശ്യം നല്ല വൃത്തിയുണ്ട്. വേറെ കുഴപ്പമൊന്നുമില്ല. 4 ഡോർ പവർ വിൻഡോ. 2013 VDI ഡീസൽ. ഓക്കെ. എന്താ ചോദിക്കുന്നത്? ഇത് പ്രൈസ് 395. കുറയോ? ചെറിയ രീതിയിൽ നെഗോഷ്യബിൾ ആണ്. ചെറിയ രീതിയിൽ നെഗോസിയേഷൻ ഉണ്ട്. ഹുണ്ടായി ഇയോൺ 2015 മോഡലാണ്. സിംഗിൾ ഓണർ. നല്ല ടയേഴ്സ്, അത്യാവശ്യം നല്ല ടയേഴ്സ് കിടപ്പുണ്ട്. കിലോമീറ്റർ 48,000. 2 ഡോർ പവറിൻ്റെ വേരിയൻ്റ് ഏതാ? വേരിയൻ്റ് ഇറാ പ്ലസ്. AC പവർ സ്റ്റിയറിംഗ്, ഫ്രണ്ട് പവർ വിൻഡോ. സ്റ്റീരിയും കാര്യങ്ങളൊന്നുമില്ല. സ്റ്റീരിയോ വെച്ച് കൊടുക്കാം. ഓക്കെ. നല്ലൊരു സീറ്റ് കവേഴ്സ് കാര്യങ്ങൾ കിടപ്പുണ്ട്. വണ്ടിക്കകം അങ്ങ് ബോറായിട്ടില്ല. ഇടയ്ക്കില്ല. ബാക്ക് സൈഡാണ് ഇവിടെ. ബാക്ക് സൈഡ് കാര്യങ്ങളെല്ലാം അത്യാവശ്യം വൃത്തിയാണ്, കുഴപ്പമൊന്നുമില്ല. കൊള്ളാം. ഓവറോൾ കാണാനൊക്കെ കൊള്ളാം. എത്ര ചോദ്യം? 210. ഫുള്ള് ലോൺ കിട്ടും. ഫുൾ ലോൺ കിട്ടുന്ന വണ്ടിയാണ്. റീപ്ലേസ്മെൻറ്റ്സ് ആയിട്ടൊന്നും ഇല്ലല്ലോ? ഒന്നുമില്ല. നല്ല വീൽസും കാര്യങ്ങളൊന്നുമല്ല, നോർമലാണ്. എന്തായാലും ഒരു 18-20 മൈലേജൊക്കെ കിട്ടുന്നൊരു വണ്ടി. ഫോർഡ് എക്കോസ്പോർട്ട് 2013 മോഡൽ. എത്രാമത്തെ ഓണർഷിപ്പാണ്? സിംഗിൾ ഓണർ. കിലോമീറ്റർ 74,000 കിലോമീറ്റർ. അത്യാവശ്യം ടയേഴ്സിന് ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനിയും ടയർ ഉണ്ട് കുറച്ചുകൂടി. ഇത് ഓട്ടോമാറ്റിക് ആണോ? മാനുവലാണ്. ഗിയർ നോബ് കണ്ടപ്പോൾ തെറ്റിദ്ധരിച്ചതാണ്. നല്ല സീറ്റ് കവേഴ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. വണ്ടിക്കകവും കാണാനും ഒക്കെ നല്ല വൃത്തിയുണ്ട്. കിലോമീറ്ററൊക്കെ ജെനുവിൻ അല്ലേ? ജെനുവിൻ കിലോമീറ്റർ. ബാക്ക് സൈഡ് കാര്യങ്ങളൊക്കെ കൊള്ളാം. അത്യാവശ്യം നല്ല നീറ്റായിട്ട് തന്നെ ഇരിക്കുകയാണ്. എത്ര ചോദ്യം? ഇത് 385. 385. ഇത് 2 ഡോർ പവർ വിൻഡോ അല്ലേ? അതെ. AC പവർ സ്റ്റിയറിംഗ്, 2 ഡോർ പവർ വിൻഡോ. ടയേഴ്സ് എല്ലാം പുതിയതാണ്. സിംഗിൾ ഓണർ. സ്റ്റെപ്പിനി കാര്യങ്ങളൊക്കെ ഒരു 2013 ഡീസൽ ഉണ്ട്. ലോണൊക്കെ എങ്ങനെയാണ് ഇത് കിട്ടുന്നത്? ലോണൊരു 3-3.5 വരെ കിട്ടും. അത്രയും കിട്ടും. കിഡ് 2020 മോഡൽ. ഓണർഷിപ്പ് സിംഗിൾ. 30,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഹൈ ക്വാളിറ്റി. ടയേഴ്സ് ആവറേജ് ടയർ ഇനി കിടപ്പുണ്ട്. ഫസ്റ്റ് 30 ഓടി നിൽക്കുന്നു. ഇനി ഒരു 20,000 ഒക്കെ ഓടാനുള്ളതുണ്ട്. ഇതിൽ സീറ്റ് കവേഴ്സ് കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല.
ഇത് ബേസ് ആണോ? ഇത് ബേസ് ആണെങ്കിലും ഇപ്പം AC പവർ സ്റ്റിയറിംഗ്, ഫ്രണ്ട് പവർ വിൻഡോ, എയർ ബാഗ്, സെറ്റ്, സെൻട്രൽ ലോക്ക് എല്ലാം വരുന്നുണ്ട്. ബാക്ക്ഗ്രൗണ്ടിൽ ടയേഴ്സൊക്കെ നല്ല ടയേഴ്സ് കാര്യങ്ങളുണ്ട്. റീപ്ലേസ്മെൻറ്റ്സ് ഒന്നും ഇല്ലല്ലോ? ഒന്നുമില്ല. എത്ര ചോദിക്കുന്നത്? 360. 360. 360 ലോൺ കിട്ടും. ഫുൾ ലോൺ കിട്ടും അപ്പം? അതെ. സാൻഡ്രോ 2013. ഓണർഷിപ്പ് എത്ര? സെക്കൻഡ്. എന്തോ ഓടി? കിലോമീറ്റർ 83,000. 83. ടയർ ആവറേജ് ടയർ കിടപ്പുണ്ട്. 2 ഡോർ പവറിൻ്റെ ആണ്. AC പവർ സ്റ്റീരിങ് കാര്യങ്ങളെല്ലാം ഉണ്ട്. AC ഒക്കെ നല്ലപോലെ വർക്ക് ചെയ്യുമല്ലോ? ഏതാ മോഡൽ ഏതാ പറഞ്ഞത്? 2013. ഓക്കെ. അപ്പം ലോണും കാര്യങ്ങളൊക്കെ കിട്ടുന്ന വണ്ടിയാണ്? അതെ, ഫുൾ ലോൺ കിട്ടും. ഫുൾ ലോൺ കിട്ടുമോ? അത്യാവശ്യം ബാക്ക് സൈഡിലും നല്ല ടയർ കാര്യങ്ങൾ കിടപ്പുണ്ട്. ഇത് ഫുൾ ലോൺ കയറുന്ന വണ്ടിക്കൊള്ളാം. അതങ്ങനെ നോക്കുമ്പോൾ ഓക്കെ, കുഴപ്പമില്ല. എത്ര ചോദിച്ചേ? ഇത് 2 ലക്ഷം. 2 ലക്ഷം. എന്നാൽ ഇവിടെ ഈ എന്താ ഈ പെയിന്റിന് വ്യത്യാസമുണ്ട്. ടച്ച് ആൻഡ് പോളിഷ് ചെയ്തു. ഡോറ് മാറിയ വല്ലതാണോ? അല്ല. ഓക്കെ, ടച്ച് ആൻഡ് പോളിഷ് പരിപാടി ചെയ്തേ, പക്ഷെ സംഭവം ചളവായി പോട്ടെ. ഇവിടുത്തെ കളറ് മാറിപ്പോയി, അല്ലെങ്കിൽ കൊള്ളായിരുന്നു. റീപ്ലേസ് ആയിട്ടൊന്നും ഇല്ലല്ലോ? ഒന്നുമില്ല. കാരണം മൊത്തം പെയിന്റിന് ഫീഡ് വന്നിട്ടുണ്ട്. ഫീഡ് വന്നിട്ടുണ്ട്, അതേ ഉള്ളൂ. വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. ഓൾട്ടോ 800 2020 മോഡല്. ഓണർഷിപ്പ് സെക്കൻഡ്. കിലോമീറ്റർ 36,000. ഫസ്റ്റ് ടയർ തന്നെയാണ്. റീപ്ലേസ് ആയിട്ട് എന്തെങ്കിലും? റീപ്ലേസ് ഒന്നുമില്ല. കിലോമീറ്റർ ഒക്കെ ജെന്യൂൻ ആണേ? അതെ, ജെന്യൂൻ. സീറ്റ് കവേഴ്സ് കാര്യങ്ങളൊന്നുമില്ല, പക്ഷെ വണ്ടി കാണാനൊക്കെ വൃത്തിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. എത്ര ചോദിക്കുന്നത്? ഇത് 360. 360. ലാസ്റ്റ് പ്രൈസ് ആണോ? നെഗോഷ്യബിൾ ആണ്. ഫുൾ ലോൺ കിട്ടും. അഡ്ജസ്റ്റ്മെന്റ്സ് ഉണ്ട്. ഫുൾ ലോൺ കളി ഇപ്പോൾ കുറച്ച് നാളായിട്ട് ഞാൻ എടുക്കുന്ന വീഡിയോകളിലൊന്നും ഇല്ല. നിങ്ങളാണ് ഇപ്പോൾ ഫുൾ ലോൺ വീണ്ടും കൊണ്ടുവരുന്നത്. ഫിഗോ ഡീസൽ 2010 മോഡൽ. 10 ആണല്ലേ? അപ്പോൾ ലോൺ കിട്ടത്തില്ല? ലോൺ കിട്ടും. ഒരു 70-80 കിട്ടും. എന്തോ ഓടിയിട്ടുണ്ട്? ഇത് കിലോമീറ്റർ 1.8. 1.8. ഡീസൽ അല്ലേ? ഡീസൽ. ടൈമിങ് ചെയിനും ക്ലച്ച് കേബിൾ അങ്ങനെയൊക്കെയുള്ള മാറിയിട്ടുണ്ടോ? ഓക്കെ. മാനുവലാണ്? നോർമൽ സീറ്റ് കവേഴ്സ് ആണ്. ടയേഴ്സ് ആവറേജ് താഴെയാണ് ബാക്ക് സൈഡ്. റീപ്ലേസ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. എത്ര ചോദിക്കുന്നത്? 1.30. 1.30? 1.30. 60-70 വരെ ലോൺ കിട്ടും. എത്ര വർഷം വരെ കിട്ടും? 2 വർഷം. 2 വർഷം. ചെറുതായിട്ട് പെയിന്റ് പോയിട്ടുണ്ട്. പെയിന്റ് പോയതല്ല, ഒരു സ്റ്റിക്കർ ഒട്ടിയിരിക്കുന്നതാണ്. ഒറ്റയടിക്ക് കണ്ട പെയിന്റ് പോയെന്ന് തോന്നുന്നു. ഇൻഡിക്ക വിസ്റ്റ കോഡ്രാറ്റ് 2010 മോഡൽ. ഓണർഷിപ്പ് എങ്ങനെയാണ്? ഓണർഷിപ്പ് സെക്കൻഡ് ഓണർ. റീപ്ലേസ് എന്തെങ്കിലും ഉണ്ടോ? റീപ്ലേസ് ഒന്നുമില്ല. ഉണ്ടാ? ഇല്ലല്ലോ. ഫ്രണ്ട് ഗ്ലാസ് മാറിയിട്ടുണ്ട്. 4 ഡോർ പവറിൻ്റെ ആണ്. എന്തോ ഓടിയിട്ടുണ്ട്? 88. ഡീസലാണ്. കോഡ്രാറ്റ് എഞ്ചിനാണ്. 2010 മോഡൽ. വണ്ടിക്കാകെ കൊള്ളാം. നല്ല സീറ്റ് കവർ. റീടെസ്റ്റ് വരുന്ന അടുത്ത ജൂണിൽ. ഈ വരുന്ന വർഷം 2025 ജൂണിൽ റീടെസ്റ്റ് ആണ്. വർഷത്തിൻ്റെ പഴക്കത്തിനനുസരിച്ചുള്ള ഒരു പോരായ്മയുണ്ട് വണ്ടിക്ക്. എത്ര ചോദിക്കുന്നത്? ഇതിപ്പം ഓഫർ പ്രൈസിൽ 1.10 ഓഫർ പ്രൈസ് 85,000 രൂപ കൊടുക്കാം. 85,000 ലാസ്റ്റ് പ്രൈസ് ആണ്. പിന്നെ ബാർഗനിങ് ഇല്ല. അതെ. ഈ കിടക്കുന്ന കണ്ടീഷൻ അല്ലേ? അതെ, ഈ കിടക്കുന്ന കണ്ടീഷൻ. എക്സ്ചേഞ്ച് വന്നതാണ്. കഴുകി തരും എന്നുള്ളതല്ലാതെ ഇതിനകത്ത് ഇനി വേറെ പണി എടുക്കുന്നതല്ല. ഡിസയർ ZDI 2013. ഓണർഷിപ്പ് ഒക്കെ എങ്ങനെയാണ്? ഓണർഷിപ്പ് സിംഗിൾ. ടയർ ഒട്ടയാണ്. അലോയ് വീൽസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. 2013 ഡീസൽ ZDI ഫുൾ ഓപ്ഷൻ. ടയർ മാറി കൊടുക്കുമോ? ടയർ മാറി കൊടുക്കാം. വണ്ടിക്കാകെ കൊള്ളാം. കിലോമീറ്റർ ഒക്കെ ജെന്യൂൻ ആണേ? കിലോമീറ്റർ 1 lakh കഴിഞ്ഞു. ജെന്യൂൻ ആണോ? അതെ. ഓക്കെ. ടൈമിംഗ് ചെയിൻ്റെ കാര്യങ്ങളൊക്കെയോ? ടൈമിംഗ് ചെയിനൊക്കെ മാറിയതാ. വണ്ടി കാണാൻ നല്ല വൃത്തിയുണ്ട്. ഇത്രയും ഓടി എന്ന് പറയുന്നുണ്ടെങ്കിലും എനിക്ക് തോന്നുന്നു സീറ്റ് കവേഴ്സിൻ്റെ പളവളപ്പാണോന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ വണ്ടിക്കകവേ കാണാൻ നല്ല വൃത്തിയുണ്ട്. എത്ര ചോദ്യം? ഇത് 385. എന്തെങ്കിലും റീപ്ലേസ്മെൻറ്റ്സ് കാര്യങ്ങൾ? റീപ്ലേസ്മെൻറ്റ് ഒന്നുമില്ല. അത് ചെറിയ ക്ലെയിമുണ്ട്. എന്താണ് അത്? ഇവിടെ ബമ്പർ റേഡിയേറ്ററൊക്കെ മാറിയിട്ടുണ്ട്. ബോണ്ട് നോക്കി കാണിക്കാ. ഫ്രണ്ട് സൈഡ് വല്ല പ്രശ്നമുണ്ടോ? ഇല്ല. അങ്ങനൊന്നുമില്ല. ഓക്കെ. അപ്പോൾ ജസ്റ്റ് നമുക്ക് ഒന്ന് പൊക്കി സംഭവങ്ങളൊക്കെ എങ്ങനെ ഉണ്ടെന്ന് നോക്കാം.
ബോണറ്റ് ഗ്ലാസ് ഒന്നും മാറിയിട്ടില്ല, അപ്പുറമൊന്നും വർക്കൊന്നുമില്ല. ഫ്രണ്ടിലെന്തോ ചെറിയ ഇത് ക്രോസ് ബാർ ഒന്നും കുഴപ്പമില്ല. ഇല്ല. ഹെഡ് ലാമ്പൊക്കെ മാറിയിട്ടുണ്ട്. ഹെഡ് ലാമ്പ്, റേഡിയേറ്റർ, ബമ്പർ, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ അങ്ങനെയുള്ള മാറിയിട്ടുണ്ടല്ലേ. ഓക്കെ, എത്ര ചോദിക്കുന്നത്? 385. ലാസ്റ്റ് പ്രൈസ് ആണോ? നെഗോഷ്യബിൾ ആണ്, നെഗോസിയേഷൻ കാര്യങ്ങളുണ്ട്. ഡീസൽ ZDI. ഇത് ഗ്രാൻഡ് ഐറ്റം 2018. ഓണർഷിപ്പ് സെക്കൻഡ്. എന്താ ഓടിയിട്ടുണ്ട്? കിലോമീറ്റർ ഇത് 74,000. ജെന്യൂൻ കിലോമീറ്റർ ആണേ. ജെന്യൂൻ കിലോമീറ്റർ. i10 സ്പോർട്സ്. പെട്രോൾ 2018. ഒരു ടച്ച് സ്ക്രീനും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഫോർഡ് പവർ വിൻഡ് ആണ്. സ്പോർട്സ് അല്ലേ, അപ്പോൾ എന്തായാലും ആ ഒരു രീതി ആയിരിക്കും. വണ്ടിക്കകമൊക്കെ കൊള്ളാം, നല്ല വൃത്തിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. എത്ര ചോദിക്കുന്നത്? ഇത് 360 സ്പെഷ്യൽ ഓഫറിൽ 340 കൊടുക്കാം. ഫുള്ള് ലോൺ കിട്ടും. 340. ഓൾട്ടോ LX 2010 ആണെങ്കിലും സിംഗിൾ ഓണറാണ്. എല്ലാം കമ്പനി സർവീസാണ്. റീപ്ലേസ്മെൻ്റ് ഒന്നുമില്ല. AC പവർ സ്റ്റിയറിംഗ്, അഡീഷണൽ പവർ വിൻഡോ കമ്പനിയിൽ തന്നെ ഫിറ്റ് ചെയ്തതാണ്. റിവേഴ്സ് സെൻസറുണ്ട്. ടയേഴ്സ് എല്ലാം പുതിയത്. 2010 സിംഗിൾ ഓണർ LXi ഫുൾ ഓപ്ഷൻ. സീറ്റ് കവേഴ്സ് കാര്യങ്ങൾ ചെയ്തിട്ടില്ല അല്ലേ? ഇതിപ്പം റീടെസ്റ്റിന് സമയമായിട്ടുണ്ട്. റീടെസ്റ്റ് ചെയ്ത് 135 കൊടുക്കാം. 135. വണ്ടിക്കകമൊക്കെ കൊള്ളാം, നല്ല വൃത്തിയുണ്ട്. റീപ്ലേസ് ആയിട്ടൊന്നുമില്ലല്ലോ? ഒന്നുമില്ല. 135 അല്ലേ? ലാസ്റ്റ് പ്രൈസ് ആണോ? ചെറിയ രീതിയിൽ നെഗോഷ്യബിളാണ്. ടാറ്റ ടിയാഗോ 2016 മോഡൽ. ഓണർഷിപ്പ് എത്ര? ഓണർഷിപ്പ് സെക്കൻഡ്. കിലോമീറ്റർ 44,000. ജെന്യൂൻ കിലോമീറ്റർ ഒക്കെ കിലോമീറ്റർ. ഫുൾ ഓപ്ഷൻ. അലോയ്സ്, എയർ ബാഗ് എല്ലാം വരുന്ന, ബാക്ക് വൈപ്പർ, ഡീഫോഗർ എല്ലാം വരുന്ന ഫുൾ ഓപ്ഷൻ വണ്ടി. ടയേഴ്സ് എല്ലാം പുതിയതാണ്. മാനുവലാണല്ലേ? ഡോർ പാഡ് കാര്യങ്ങളൊക്കെ പോകാം. എല്ലാം നല്ല വൃത്തിയായിട്ട് ഇരിപ്പുണ്ട്. എത്ര ചോദിക്കുന്നത്? ഇത് 385. ഇത് മൈലേജ് എന്ത് കിട്ടും? മൈലേജ് 17-18. 17 അത്രയും കിട്ടുമോ? ഡീസലാണോ? പെട്രോൾ. സ്പാർക്ക് 2009 സിംഗിൾ ഓണറാണ്. 52,000 ഓടിയിട്ടുള്ളൂ. പ്രൈസ് 75,000. 75. അതെന്താ മറ്റേ സ്പാർക്കിനേക്കാൾ ഇതിന് വില കൂടിയ? ഇത് സിംഗിൾ ഓണറാണ്. 52,000 ഓടിയിട്ടുള്ളൂ. ഇതിനേക്കാളും കുറച്ചുകൂടെ ക്വാളിറ്റി ഉള്ള വണ്ടി. ഓക്കെ, ഇതിനും സീറ്റ് കവേഴ്സ് കാര്യങ്ങളൊന്നും ചെയ്യില്ല, പക്ഷെ വണ്ടിക്കകമൊക്കെ കാണാൻ നല്ല വൃത്തിയുണ്ട്. ബാക്ക് സൈഡ് നോക്കിയാൽ വൃത്തി കാര്യങ്ങളൊക്കെ ഉണ്ട്, കുഴപ്പമൊന്നുമില്ല. സീറ്റ് കവർ ഇല്ലെങ്കിലും സീറ്റൊക്കെ നല്ല ക്വാളിറ്റിയാണ്. ടയേഴ്സ് കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല ടയർ ഇടപ്പുണ്ട്. റീപ്ലേസ് ആയിട്ടില്ലല്ലോ? ഒന്നുമില്ല. എത്ര? 75 അല്ലേ? 75. സാൻഡ്രോ 2011 മോഡൽ. ഓണർഷിപ്പ് എത്ര? ഓണർഷിപ്പ് സെക്കൻഡ്. ടയേഴ്സൊക്കെ കൊള്ളാം. എന്ത് ഓടിയിട്ടുണ്ട്? കിലോമീറ്റർ 82,000. നല്ല വീൽസാണോ? ടൂഡോ പവർ വിൻഡ് ആണ്. AC പവർ സ്റ്റിയറിങ്. സീറ്റ് കവേഴ്സ് കാര്യങ്ങൾ വലിയ ക്വാളിറ്റി എന്ന് പറയാൻ പറ്റത്തില്ല, എന്നാലും കുഴപ്പമില്ലാത്തൊരു ക്വാളിറ്റി ഉണ്ട്. ബാക്ക് സൈഡ് കുഴപ്പമില്ല. ബാക്ക് ടയർ ആവറേജ് ടയറാണ്. ടയർ പുതിയ ഇട്ട് കൊടുക്കാം. എത്ര ചോദിക്കുന്നത്? 160. 2011 മോഡൽ. അപ്പോൾ ഈ പേപ്പർ കാര്യങ്ങൾ കിടപ്പുണ്ട്. ഒരു മിനിറ്റ്. i10 സ്പോർട്സ് 2016. എന്ത് ഓടിയിട്ടുണ്ട്? കിലോമീറ്റർ 72,000. 72. ടോപ്പ് വേരിയൻ്റ് ആണോ? സ്പോർട്സാണ്. ഇത് സെക്കൻഡ് ടോപ്പ് മോഡൽ. ഇതിന് മേലെ ആസ്റ്റ വരുന്നുണ്ട്. ഫോർഡ് പവറിൻ്റെയും കാര്യങ്ങളൊക്കെ തന്നെയാണ്. മാനുവലാണ്. ടയേഴ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അത്യാവശ്യം നല്ല ടയറും കാര്യങ്ങളൊക്കെ കിടപ്പുണ്ട്. ബാക്ക് സൈഡ് കാര്യങ്ങളെല്ലാം കൊള്ളാം. നല്ല സീറ്റ് കവേഴ്സ് കാര്യങ്ങൾ കിടപ്പുണ്ട്. അതൊക്കെ ഉണ്ട്. വണ്ടി മൊത്തത്തിൽ കാണാൻ വൃത്തിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. റീപ്ലേസ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. എത്ര ചോദിക്കുന്നത്? ഇത് 320. സ്പെഷ്യൽ ഓഫറിൽ ഒരു 295 കൊടുക്കാം. 295 ലാസ്റ്റ് പ്രൈസ് ആണോ അത്? അതെ. അതിൽ പിന്നെ ബാർഗനിങ് ഇല്ല. സ്പോർട്സ് ആണ്. സ്കേർട്ടിംഗ് ഒക്കെ എക്സ്ട്രാ ചെയ്തിട്ടുണ്ട്. വീൽ കപ്പ് കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുക്കൂ. അതൊക്കെ ഇട്ട് വൃത്തിയായിട്ട് തന്നെ തരും കേട്ടോ.
അപ്പോൾ നമ്മുടെ വണ്ടികളുടെ വിശേഷങ്ങളും കാര്യങ്ങളും എല്ലാം അവസാനിച്ചിട്ടുണ്ട്. നിങ്ങൾ പ്രതീക്ഷിക്കുന്ന വിലയിലുള്ള നല്ല നല്ല വണ്ടികൾ ഞാൻ കാണിച്ചു തന്നിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. എന്ന് പറഞ്ഞാൽ കുറഞ്ഞ ബഡ്ജറ്റ് ഉണ്ടായിരുന്നു, മീഡിയം ബഡ്ജറ്റ് ഉണ്ടായിരുന്നു, ഒരുപാട് വില കൂടിയ വണ്ടികളുടെ ലിസ്റ്റ് നമ്മൾ ഇത്തവണ കാണിച്ചില്ല. ഇത്തവണ കാണിച്ചില്ല, അണ്ണൻ്റെയിൽ ഇല്ല. ഏറ്റവും വലുതായിട്ട് എനിക്ക് തോന്നുന്നു എക്കോഫോർഡ് അങ്ങനെയുള്ള 3-4 വണ്ടികളേ ഉള്ളായിരുന്നു. ബാക്കി എല്ലാം മിഡിൽ ക്ലാസ് ഫാമിലിക്ക് പറ്റുന്ന വണ്ടികളായിരുന്നു. അപ്പോൾ വിലയും കാര്യങ്ങളൊക്കെ നിങ്ങൾ പറയുക ഇനി ഇത് മാന്യമാണോ അല്ലയോ എന്നുള്ളത്. ഓവറോൾ പുള്ളി ഓഫർ പ്രൈസ് എന്നുള്ള രീതിയിൽ ഒരുപാട് വണ്ടികളുടെ വിലകളൊക്കെ വാക്കിംഗ് കസ്റ്റമേഴ്സിന് കൊടുക്കുന്ന അല്ലാത്ത രീതിയിലുള്ള വിലകളാണ് പറഞ്ഞേക്കുന്നതെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഈ വിലകളെല്ലാം നിങ്ങൾക്ക് ബോധിച്ചാണോ എന്നുള്ള പ്രതീക്ഷയോടുകൂടി ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കണം. അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണുമ്പോൾ ബൈ.